ഒരു ഫോൺ പോലും ചെയ്യാനില്ല. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. സിന്ധു കൃഷ്ണ സ്വന്തം അമ്മയെ നോക്കുന്നില്ല. അവളെ വിളിക്കണോ? എന്റെ അമ്മൂമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. അപ്പൂപ്പനൊന്നായിട്ട് ഒരു ബന്ധു കാര്യങ്ങൾ സംസാരിക്കുന്നത്. വി കട്ട് റിലേഷൻഷിപ്പ് എന്നല്ല, വി കട്ട് കോൺടാക്ട് വിത്ത് ഹർ ഓൺ. ഇത്രയും കാലം ഞങ്ങൾ ഇത് സഹിച്ചു, ഇനി സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പെണ്ണും മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ. കുഞ്ഞുനാൾ തൊട്ടേ അമ്മൂമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷേ താൻ കൂടുതലൊന്നും പറയണ്ട. ഗ്രാൻഡ് മദർ വാസ് ഓൾവേസ് എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ. നമ്മൾ പോട്ടെ 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 എന്ന് വെച്ചിട്ട് അടിയൊക്കെ നടക്കും, പിന്നെ അത് വീണ്ടും നമ്മൾ അങ്ങ് പാച്ചപ്പ് ആയി. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? അമ്മൂമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിന്റെ അമ്മൂമ്മയല്ലേ, അതൊപ്പം നിനക്ക് അങ്ങ് ക്ഷമിച്ചു വിട്ടൂടെ. ഞാൻ ആവർത്തിക്കൂല. ഇതില് നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാവും. ഓരോരുത്തരുടെ ഉള്ളിലിരിപ്പ് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. ഉള്ളിലിരിപ്പാ. പോട്ടെ, സാരമില്ല, പ്രായത്തിന്റെ ഇതിൽ പ്രാന്ത് കാണിച്ചായിരിക്കും, പോട്ടെ പോട്ടെ. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. അമ്മൂമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത. വൃത്തിപ്രാന്ത് കൂടി കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. She hated the home nurses in the house. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവരോരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നഴ്സസ് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നഴ്സസ് പോകും. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ആലോചിച്ച് ഒരു ഇഷ്യൂ നടക്കുന്നതിന്റെ ഇടയിൽ she said a couple of things. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പോയി പറയലട്ട, ആൾക്കാർ ചിരിക്കും. അന്ന് we said we all cut relation with her. എത്ര ലജ്ജാവഹം. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. നമ്മള് വിചാരിച്ച പോലെ ശ്വാസം വിടാൻ പറ്റുള്ളൂ.